ഏതാണ്ട് ഒരു മാസത്തെ സസ്പെൻഷന് ശേഷം ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തെറിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഏതായാലും മുഖ്യമന്ത്രി വിശ്വസ്തരെ കൈവിട്ടു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും. PV അൻവർ തുടങ്ങിവെച്ച പോലീസിനെതിരെയുള്ള ആ യുദ്ധം ഒടുവിൽ ഒരു രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചത് അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് DGP റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ ADGP MR അജിത് കുമാറിനെ തെറിപ്പിച്ചു, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പകരം എന്ത് ചുമതല എന്നടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കും. ഏതായാലും സെക്രട്ടേറിയറ്റിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് സ്ഥിരീകരിച്ച് വിവരം വരുന്നു. ഒടുവിൽ ADGP MR അജിത് കുമാർ തെറിച്ചു. 2 വർഷം, ഏതാണ്ട് ഈ മാസം അവസാനത്തോടാകുമ്പോഴേക്കും 2 വർഷം തികയുന്നു. ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒരു അസാധാരണമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു അദ്ദേഹം ക്രമസമാധാന ചുമതലയിലേക്ക് മടങ്ങിയെത്തിയത്. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അനധികൃത ഇടപെടൽ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ വിജിലൻസ് തലപ്പത്ത് നിന്ന് ചുമതലകളില്ലാതെ മാറ്റിയ ADGP MR അജിത് കുമാർ വിജയ് സാക്കറെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം എത്തിയത്. അതിനുശേഷം അദ്ദേഹം 2 വർഷത്തോളം കാലം ക്രമസമാധാന ചുമതലയിൽ ഇരുന്നു. ഇപ്പോൾ ADGP MR അജിത് കുമാർ തെറിച്ചിരിക്കുന്നു ആ ചുമതലയിൽ നിന്ന് എന്നുള്ള വിവരം വരുന്നുണ്ട്. ഉത്തരവ് തയ്യാറായിരിക്കുന്നു. ഉത്തരവുടൻ സംസ്ഥാന സർക്കാർ പുറത്തുവിടും. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, P ശശിയുടെ വിശ്വസ്തൻ, CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കും അടക്കം വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്ന സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. തിരക്കിട്ട നീക്കങ്ങൾ, തിരക്കിട്ട ചർച്ചകൾ അത് കഴിഞ്ഞ 2 രാത്രിയും നടന്നു. ഒടുവിൽ അത് തെറിച്ചു എന്നുള്ള വിവരം അത് സ്ഥിരീകരിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ബറ്റാലിയൻ ADGP-ആക്കി ADGP MR അജിത് കുമാറിനെ നിലനിർത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബറ്റാലിയൻ ADGP-ആക്കി മാത്രം അദ്ദേഹത്തെ നിലനിർത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുമ്പോൾ അത് CPIയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി, ഒരു നീക്കമായി അത് മാറുകയും ചെയ്യും. ഏതായാലും വലിയ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബറ്റാലിയൻ ADGP ചുമതലയിൽ തുടരും. ഇനി മറ്റു ചില ചുമതലകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. അതിൽ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. റീജിത്ത്, ഷഫീദ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു സർക്കാർ. വലിയ വിവാദം, ആരോപണ പരമ്പരകൾ, വലിയ രാഷ്ട്രീയ കോളിളക്കം, അതിനൊക്കെ ഒടുവിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുന്നു MR അജിത് കുമാറിനെ. ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ നീക്കിയിരിക്കുകയാണ്. നടപടി DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ്. ബറ്റാലിയൻ ADGP ചുമതലയിൽ MR അജിത് കുമാർ തുടരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന പുതിയ വിവരം. എന്തായാലും വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ശേഷം, CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ശേഷം നാളെ നിയമസഭ വീണ്ടും തുടങ്ങാനിരിക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സുപ്രധാനമായ തീരുമാനം. എന്തായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം, ഉത്തരവിൻ്റെ ഉള്ളടക്കം അടക്കം കൂടുതലായി ഇനിയും പുറത്തു വരും. എന്തിൻ്റെ കാര്യത്തിലാണ് ഈ നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. കാരണം MR അജിത് കുമാറിനെതിരെ ഒരു ആരോപണ പരമ്പരകൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് RSS ADGP കൂടിക്കാഴ്ചയിലായിക്കോട്ടെ, പൂരം കലക്കൽ വിവാദത്തിലായിക്കോട്ടെ, അതല്ലാതെ PV അൻവർ ഉയർത്തിവിട്ട പോലീസിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അങ്ങനെ ഇതെല്ലാം അന്വേഷിക്കാനായിരുന്നു DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കുന്നത്. DGPയുടെ ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഗുരുതരമായ പരാമർശങ്ങൾ അതിനകത്തുണ്ട്, നിർണായകമായ പരാമർശങ്ങൾ അതിനകത്തുണ്ട്. ADGPക്ക് ഗുരുതരമായ വീഴ്ച വന്നു എന്നുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ട്. അതിനെ തുടർന്ന് ഇപ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ, PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ, ഉറപ്പായും ഈ നടപടിയിൽ നിന്ന് ആ പ്രതിരോധം പൂർണ്ണമായി സർക്കാരിന്, CPIഎമ്മിന് സാധ്യമാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും കാലം വിശ്വസ്തനെ സംരക്ഷിച്ചു നിർത്തിയതിനു ശേഷം ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. ആ സാഹചര്യം മാറിയപ്പോൾ, സമ്മർദ്ദം ശക്തമായപ്പോൾ കൈവിട്ടിരിക്കുന്നു എന്നുള്ള വിമർശനമായിരിക്കും ഇനി പ്രതിപക്ഷം ഉയർത്തുക. നാളത്തെ നിയമസഭാ സമ്മേളനം നിർണായകമായി മാറുകയും ചെയ്യും. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ പുതിയ ആയുധം എന്നുള്ള കാര്യം വരുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. CPIഎം ഇനി ഏതു തരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. എന്തായാലും അജിത് കുമാറിനെ നീക്കിയിരിക്കുന്നു. ദിവസങ്ങളോളം നീണ്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്ക്, ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ വിശ്വസ്തനെ കൈവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി.
തിരുവനന്തപുരത്ത് ആഭ്യന്തര വകുപ്പിൽ നടന്ന നിർണായകമായ ചർച്ചകൾക്ക് ശേഷം ആ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ക്രമസമാധാന ചുമതലയിലേക്ക് ഇനി ആര് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, പുതിയ വിവരങ്ങൾ ഷഫീദ്. വളരെ നിർണായകമായിട്ടുള്ള, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മറ്റൊരു നീക്കത്തിലേക്ക്, അതായത് ഈ കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഈ ADGPയെ മാറ്റാനുള്ള ആദ്യഘട്ട ആലോചനാ സമയത്ത് തന്നെ നമ്മൾ നൽകിയിരുന്നൊരു പേരാണ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവരാൻ ചർച്ച എന്നുള്ളത്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്, ആ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയിലേക്ക് നിലവിൽ ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള ഇന്റലിജൻസ് ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാം എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് വരുന്നുണ്ട്. ഏതായാലും വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കത്തിലേക്ക് വരുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാർ തെറിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുന്നു. വിജയ് സാക്കറെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് പോയ ഒഴിവിലാണ് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിലേക്ക് വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ഷാജ് കിരൺ ഫോൺ സംഭാഷണ വിവാദത്തിലാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഷാജ് കിരൺ ഫോൺ സംഭാഷണ വിവാദത്തിലാണ് അദ്ദേഹം വിജിലൻസ് ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. വീണ്ടും അദ്ദേഹം വരുന്നത് പൂർണ്ണ അധികാര കേന്ദ്രമായി P ശശിയുടെ വിശ്വസ്തനായി ക്രമസമാധാന ചുമതലയിലേക്ക് ADGP MR അജിത് കുമാർ എത്തി. വളരെ വിവാദമായ പല സംഭവങ്ങളും നടന്നൊരു കാലം കൂടിയാണ്. ഏലത്തൂർ ട്രെയിൻ തീർപ്പ്, ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ, വിഴിഞ്ഞം സമരം, ശബരിമലയിലെ നിയന്ത്രണങ്ങൾ പാളിയതിൽ ദേവസ്വം ബോർഡിന്റെ അസംതൃപ്തി, CPM-നെ സഹായിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം, ഇത്തരം ഒരുപിടി വലിയ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ കാലയളവിൽ ഈ രണ്ട് വർഷത്തിനിടയിൽ ADGP MR അജിത് കുമാറിന് നേരിടേണ്ടി വന്നു. അങ്ങനെ ആ വിവാദങ്ങൾക്കൊടുവിൽ PV അൻവർ തുടങ്ങിവെച്ച ഒരു യുദ്ധം, ഒരു രാഷ്ട്രീയ യുദ്ധം, അതിന്റെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ബോംബ് പൊട്ടിക്കുന്നു. ആ ബോംബ് ADGP MR അജിത് കുമാറിന്റെ സ്ഥാനചലനത്തിന് കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി, പകരം അദ്ദേഹത്തിന് ഇനി ഉണ്ടാവുക ബറ്റാലിയൻ ADGP ചുമതല മാത്രം. ക്രമസമാധാന ചുമതലയിലേക്ക്, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലേക്ക് മനോജ് എബ്രഹാം വരുന്നു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി അല്പസമയം മുൻപ് അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും ബറ്റാലിയൻ ചുമതലയിലേക്ക് മാത്രം വിവാദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാർ ഒതുങ്ങി എന്നുള്ളതാണ്. ആദ്യഘട്ട വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിശ്വസ്തനെ കൈവിട്ടിരുന്നില്ല. ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാളെ പുറത്താക്കാൻ കഴിയില്ല, ഒരാളെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് അത് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതിനുശേഷവും പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ MR അജിത് കുമാറിന് നൽകി. ഒരു ഘട്ടത്തിൽ പോലീസിനെ തന്നെ വിഭജിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായി. ഏലത്തൂർ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട P വിജയനെ ഒരു സ്ഥാനവുമില്ലാതെ മാറ്റി നിർത്തിയതിൽ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിലടക്കം കാരണമായത് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടായിരുന്നു. അതടക്കം സേനയിൽ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു.